ഡോക്ടർമാരാണെങ്കിലും സിസ്റ്റർമാരാണെങ്കിലും വളരെ സപ്പോർട്ടായിരുന്നു. ആരും ഒന്ന് ചീത്ത പറയാവോ, നല്ല കെയറാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. ദൈവത്തിനെ പോലെ ആശ്വാസകനായി എനിക്ക് അമ്മേനെ പോലും ICU കയറ്റാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം കുഞ്ഞങ്ങനെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മ എന്ത് വിചാരിക്കും, അമ്മയ്ക്ക് താങ്ങാവുന്നതിൽ അധികമായിരിക്കും. അതേപോലെ എൻ്റെ ചേച്ചിയോട് എനിക്ക് പറയാൻ പറ്റത്തില്ല, കുഞ്ഞിങ്ങനെ വെന്റിലേറ്ററിലാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ വളരെ വിഷമത്തിലിരുന്ന ഒരു ദിവസം ഉറക്കളച്ച് ഫുൾ ടൈം ഇവനിങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ് കുഞ്ഞ് വെന്റിലേറ്ററിനകത്ത്. പിറ്റേ ദിവസം രാവിലെ ഇപ്പം എനിക്ക് പേടിയായി, ഇവൻ അനങ്ങുന്നില്ല. ഒരു ദിവസമായ കുഞ്ഞാണ്, എന്താ അനങ്ങാത്ത, ഇവൻ എന്ത് പറ്റി, ഇവനെന്തെങ്കിലും സെഡേഷൻ കൊടുത്തോ, കുഞ്ഞ് അനങ്ങുന്നില്ല, വെന്റിലേറ്ററിൽ അങ്ങനെ കിടക്കുകയാണ്. ഞാനിട്ട് സിസ്റ്ററടുത്ത് ചോദിച്ചു, സിസ്റ്റർ നിങ്ങൾ എന്തെങ്കിലും സെഡേഷൻ കൊടുത്തോ കുഞ്ഞിന്, ഇവൻ എന്തിങ്ങനെ അനങ്ങാതെ കിടക്കണം. അപ്പോൾ ആ സിസ്റ്റർ അടുത്ത് പറയാ, കുഞ്ഞ് അനങ്ങാതെ കിടന്നാണ് നല്ലത്, കാരണം അനങ്ങിയിരുന്നെങ്കിൽ അവനെ വീണ്ടും അടുത്ത വലിയ മാസ്കിലേക്ക് മാറ്റേണ്ട വന്നേനെ, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട വന്നേനെ. അവിടെയും ദൈവം ഞങ്ങളെ രക്ഷിച്ചു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ അന്ന് അവൻ അടങ്ങി കിടന്നുകൊണ്ട് അവന് ഓക്സിജനൊക്കെ ശരിയായി വന്നു. പിറ്റേ ദിവസം